ഇതാണ് നമ്മൾ റിലാർലോന്റെ ഒമ്നി ടെർമിനേറ്റർ 1/10 സ്കെയിലിൽ വരുന്ന ഒരു എന്താ പറയാ കിഡിലം പോലത്തെ ബാഷർ. റിലാർലോന്റെ ആക്ച്വലി 2-3 വണ്ടികൾ നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു. റിലാർലോന്റെ റോഗ് വണ്ട് നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ ചെറിയ വണ്ടിക്ക് തന്നെ അലാക്കിന്റെ പെർഫോമൻസ്, അതിന്റെ അച്ചാച്ചന്റെ അച്ഛനാണ് ഈ വണ്ടി. നമ്മളെ കൈമിലുള്ളത് അലോയ് വേർഷൻ ആട്ടാ. വണ്ടീന്റെ ലുക്ക് തന്നെ ഒരു രക്ഷയില്ല കേട്ടോ കാണാൻ. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു കിടിലം പോലത്തെ ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബോഡിയുടെ മുകളിൽ റബ്ബറിന്റെ ഒരു ചെറിയ സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഫ്രണ്ടിലുള്ള ഹിറ്റും കാര്യങ്ങളിലും മുമ്പ് ഭാഗം എവിടെയെങ്കിലും നല്ല ഹാർഡായിട്ട് ഇടിക്കുന്നതെങ്കിൽ അതെല്ലാം എടുക്കാൻ വേണ്ടിയുള്ള ഒരു കിടിലം പോലത്തെ ബമ്പർ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഈ ബമ്പറും കഴിഞ്ഞിട്ട് വണ്ടീന്റെ മുകളിലേക്ക് എന്തെങ്കിലും വന്ന് ഇടിക്കുകയാണെങ്കിൽ ആ സാധനം നോക്കിക്കോളും. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു കിടിലം പോലത്തെ ബമ്പർ കൊടുത്തിട്ടുണ്ട്. നോർമലി ഇതുപോലത്തെ ബാഷേഴ്സിന്റെ അകത്ത് പ്ലാസ്റ്റിക്കിന്റെ ഓരോ ഇതുപോലത്തെ സാധനങ്ങളുണ്ട്. എന്താ പറയാ, ഗ്രിപ്പോ കട്ടയോ എന്ത് വേണമെങ്കിലും പറയാൻ. ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റണ്ടും കാര്യങ്ങളും ചെയ്യുമ്പോൾ വണ്ടി മറിഞ്ഞൊക്കെ വീഴുകയാണെങ്കിൽ മാക്സിമം സ്ക്രാച്ചും കാര്യങ്ങളിൽ ഈ മുകളിലുള്ള പ്ലാസ്റ്റിക് എടുത്തോളും, ബോഡിയിലേക്ക് അധികം തട്ടൂല. അതുപോലെ ബാക്ക് കുത്തി വീഴുകയാണെങ്കിൽ ഈ ഒരു പോർഷനാകും തട്ടും. അതുകൊണ്ട് നമ്മുടെ ബോഡി കുറച്ചുകൂടി സേഫ് ആയിരിക്കും. വണ്ടി ഊരണമെങ്കിൽ നമ്മളെല്ലാ വണ്ടിയും പോലെ തന്നെ 4 പിന്ന് കൊടുത്തിട്ടുണ്ട്. വണ്ടി ഊരാനുള്ള പിന്നും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. നമ്മൾ ഈ സ്റ്റണ്ടുകാരാകുമ്പോൾ അധികം ഈ പിന്നും കാര്യങ്ങളും പെട്ടെന്ന് തെറിച്ചു. ഈ ഒരു റബ്ബറിന്റെ സാധനം ഉള്ളതുകൊണ്ട് ഈ പിന്ന് പെട്ടെന്നൊന്നും തെറിച്ചു പോകില്ല. വണ്ടീന്റെ ഉൾഭാഗം നോക്കിയ നിങ്ങള്. ഉള്ളിൽ നോക്കുകയാണെങ്കിൽ വാട്ടർ പ്രൂഫ് റിസീവർ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളെ ബ്രഷ്ലെസ് മോട്ടറിനെ തണുപ്പിക്കാനുള്ള ഫാന്, അതുപോലെ നമ്മളെ ESUനെ തണുപ്പിക്കാനും ഫാന് വന്നിട്ടുണ്ട്. പിന്നെ വണ്ടീന്റെ സസ്പെൻഷനും കാര്യങ്ങളിലും ഓയിലാട്ടാ, നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സസ്പെൻഷനാട്ടാ. അതുപോലെ നമ്മൾ ഈ ടയറിലേക്ക് വരുന്ന ലിങ്കിന്റെ അകത്ത് കാർബൺ ഫൈബറിന്റെ ചെറിയൊരു കോട്ടിംഗ് ഉണ്ട്. വണ്ടിന്റെ താഴെ നോക്കുകയാണെങ്കിലും കാർബൺ ഫൈബറിന്റെ ചെറിയ ചെറിയ പാറ്റേണും പരിപാടികളും ഉണ്ട്. പിന്നെ നമ്മളെ വണ്ടി അലോയിന്റെ ചേസിയാണ് കേട്ടോ. റിലാർലോന്റെ എല്ലാ വണ്ടികളും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ലാതെ ബിൽഡ് ക്വാളിറ്റിയാണ് റിലാർലോന്റെ. അതുപോലെ പെർഫോമൻസ് ആണെങ്കിലും സ്പീഡ് ആണെങ്കിലും എല്ലാം കിടിലും. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് റിലാർലോ. അവരുടെ ക്രൗളേഴ്സ് ആണെങ്കിലും ബാഷേഴ്സ് ആണെങ്കിലും അതുപോലെ ബഗ്ഗി ആണെങ്കിലും എല്ലാം കിടിലം പോലത്തെ വണ്ടിയാണ്. വണ്ടി അങ്ങോട്ട് മാറ്റിയേക്കാം. ഇതാണ് നമ്മളെ റിമോട്ട് വരുന്നത്. 6 ചാനൽ റിമോട്ട് ആട്ടാ. റിമോട്ടിന്റെ അകത്ത് ഒരു ചെറിയ ഡിസ്പ്ലേയും വന്നിട്ടുണ്ട് മുകളിൽ. നമ്മളെ വണ്ടീന്റെ ബാറ്ററി ലെവല്, റിമോട്ടിന്റെ ബാറ്ററി ലെവല്, അതുപോലെ നമ്മൾ കൊടുക്കുന്ന ത്രോട്ടിൽ ട്രിം, ഇങ്ങനെയുള്ള റേഷ്യോയും കാര്യങ്ങളും ഇതിന്റെ മുകളിൽ കാണിക്കും. ഒരു ചാനൽ 5, ചാനൽ 6 നമ്മളെ സ്പീഡ് അഡ്ജസ്റ്റ്മെന്റിന്റെ സാധനം. പിന്നെ ഇപ്പുറത്ത് വേറെ സാധനം വന്നിട്ടുണ്ട്. ഇത് എന്തിനാന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ജൈറോസ്കോപ്പിന്റെ ആണെന്നറിയില്ല. പിന്നെ നമ്മളെ കീപാഡ് ഫോണിലെല്ലാം വരുന്ന പോലത്തെ 4 എയറോവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ത്രോട്ടിൽ ട്രിം, സ്റ്റിയറിംഗ് ട്രിം, ഇങ്ങനെയുള്ള പരിപാടിയെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഒരു മൊബൈൽ ഡാറ്റേന്റെ ഒരു ചിഹ്നവും ഷഫിളിന്റെ ഒരു ചിഹ്നം എല്ലാം വന്നിട്ടുണ്ട്. ഇതെല്ലാം എന്തിനുള്ളിയാന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഒരു പവർ ബട്ടൺ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ പവർ ബട്ടൺ. പിന്നെ ഇപ്പുറത്തെ ഒരു C-ടൈപ്പ് ചാർജർ കുത്താനുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്. ഇത് എന്തിനാന്ന് ഞാനിപ്പം കാണിച്ചു തരാം. പിന്നെ നമ്മളെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ലൈറ്റിന്റെ ബട്ടൺ, അതുപോലെ സ്പീഡ് കൺട്രോൾ, 3 സ്പീഡ് കൺട്രോളും വന്നിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു C-ടൈപ്പ് ചാർജറിന്റെ സാധനം വന്നിട്ടുണ്ട്. ഇത് എന്തിനാന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നമ്മൾ അടിയിലിടുന്ന ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രേ ആണ്. AA ബാറ്ററി ഇടുന്നൊരു ട്രേ. അത് നമുക്കിങ്ങനെ പിന്നൂരി എടുക്കാൻ പറ്റും. ട്രൗളേഴ്സിലൊക്കെ വരുന്ന പോലത്തെ റീചാർജബിൾ ബാറ്ററി ഇതിൽ പ്ലഗ് ചെയ്യാൻ പറ്റും. അത് കുത്തി കഴിഞ്ഞാൽ വേണം ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വണ്ടീൻ്റെ ഈ സൈഡിൽ C-ടൈപ്പ് ചാർജർ വന്നിട്ടുള്ളത് ഈ റിമോട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ കുത്തി ട്യൂൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിന് വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലായിരിക്കും. നമ്മളെ ക്രൗളേഴ്സിലും കാര്യങ്ങളിലും ഇടുന്ന ബാറ്ററി ഇതിൻ്റെ അടിയിൽ ഇടാൻ പറ്റും. അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ. അതുപോലെ ഈ ഒരു സാധനം നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ നടുക്കും ഒരു ട്രേ വന്നിട്ടുണ്ട്. വണ്ടിയുടെ റിമോട്ടിൽ ബാറ്ററി ഇടാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. സെൻട്രലിൽ ഒരു സാധനം വന്നിട്ടുണ്ട്. ഇത് റിമൂവ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ ബാറ്ററി ഇടാൻ പറ്റും. ഇത് നമ്മൾ റീചാർജബിൾ കുറച്ചും കൂടി വലിയ ബാറ്ററി ഇല്ലേ, അതെല്ലാം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലോട്ടാണ്. ഈ ബാറ്ററി പോകുന്നില്ല, ഇതിനെക്കാട്ടും വലുത് വേണം. ആദ്യമായിട്ട് ഒരു റിമോട്ടിന്റെ അകത്ത് 3 ടൈപ്പ് ഓഫ് ബാറ്ററി കുത്താനുള്ള, റിമോട്ടിന്റെ അകത്ത് 3 ടൈപ്പ് ഓഫ് ബാറ്ററി ഇടാനുള്ള സെറ്റപ്പ് കാണുന്നത് കേട്ടോ. 4 AA ബാറ്ററി എടുത്തിട്ട് ഇതിന്റെ അകത്ത് കുത്താം, ഒരു റീചാർജബിൾ ബാറ്ററി എടുത്തിട്ട് കുത്താം, അതുപോലെ നമ്മളെ ക്രൗളേഴ്സിന്റെ ബാറ്ററി എടുത്തിട്ട് ഇതിന്റെ അകത്ത് കുത്താം. ഈ ഒരു സാധനം പ്ലഗ് ചെയ്തിട്ട് നമ്മളെ ബാറ്ററിന്റെ ട്രേ ജസ്റ്റ് നോർമലി ഉള്ള പോലെ ഇങ്ങനെ ഉന്തിയിട്ട് അങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് ഈ ഒരു ബാറ്ററി ഈ ഒരു സാധനം സ്ലൈഡ് ചെയ്തിട്ട് അങ്ങ് ഇടുക. തിരിച്ചിട്ട് നമുക്ക് വണ്ടി ഓണാക്കി വെക്കാം കേട്ടോ. കാറിൻ്റെ അകത്ത് നമ്മളെ ബാറ്ററി കണക്ട് ചെയ്യുക. ഇതാണ് പവർ ബട്ടണും കാര്യങ്ങളിലും വാട്ടർ പ്രൂഫ് ആട്ടാ. ഒറ്റ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓണായി. നമ്മൾ റിമോട്ടിൻ്റെ അകത്ത് പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മൾ റിമോട്ടിൻ്റെ അകത്തുള്ള സ്വിച്ച്. കണക്ട് ആയിട്ടുണ്ട്. സ്റ്റിയറിങ്ങും കാര്യങ്ങളും ഭയങ്കര സ്മൂത്ത് ആട്ടാ. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിങ്.
അതുപോലെ ത്രോട്ടിൽ നമുക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഉള്ളത് 25%. ഇനി 50, 75%. ഇനി 100 കേട്ടോ. നമ്മൾ മുകളിലുള്ള ചാനൽ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ മുമ്പിലുള്ള ലൈറ്റിൻ്റെ കൺട്രോള്. രണ്ടാമത്തെ എന്തിനുള്ളതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. മേ ബി എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതുപോലെ സൈഡിലുള്ളതിനും വേറെ ഒന്നും ഫങ്ഷൻ കാണുന്നില്ല. ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബട്ടൺസ്. ഈ റിമോട്ട് നമുക്ക് ക്രൗളേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഫംഗ്ഷൻസും കൂടി ഇതിൻ്റെ അകത്തൊക്കെ വരും. സൈഡിലുള്ളതിനൊന്നും വേറെ അധികം ഫംഗ്ഷൻസ് ഒന്നും കാണുന്നില്ല. 3S ബാറ്ററിൻ്റെ അകത്ത് വണ്ടിയുടെ ടോപ്പ് സ്പീഡ് വരുന്നത് 80 km/h. റെലാർലോൻ്റെ പെട്ടിയിലുള്ള സാധനങ്ങളാണെന്ന് എനിക്ക് കാണേണ്ടത്. നമ്മളെ കുരിശ് പോലത്തെ സ്പാൻഡർ, അതുപോലെ 3 അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിൽ ഒരു ബ്രേക്ക് പാഡ് പോലത്തെ ഒരു സാധനം വരുന്നുണ്ട്, അത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മോട്ടറിൽ നിന്ന് കണക്ഷൻ വരുന്ന ഒരു ക്രാങ്ക്, അതൊരു പാക്കറ്റ്. വണ്ടീൻ്റെ ബാറ്ററിയും കാര്യങ്ങളിലും പ്രോപ്പറായിട്ട് എന്താ പറയുക, ഫിറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സ്, അതുപോലെ അവിടെ ഇവിടെയും വരുന്ന ചെറിയ ചെറിയ അറ്റാച്ച്മെന്റ്, അതുപോലെ നമ്മളെ വണ്ടീൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ പാർട്സും കാര്യങ്ങളും, പിന്നെ അതിന്റെ സ്ക്രൂ. നമ്മളെ വണ്ടീൻ്റെ വീലി ബാർ അറിയാലോ, ഇത്തിരി സ്പീഡുള്ള വണ്ടി നമുക്ക് പ്രോപ്പറായിട്ട് ഓടിച്ച് നടക്കണമെങ്കിൽ ഈ സാധനം ബാക്കിൽ എന്തായാലും വെക്കണം. കാരണം ഇതില്ലെങ്കിൽ നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മറഞ്ഞടിച്ച് വീഴും. സോ അതും പെട്ടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ചാർജർ, നമ്മളെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജർ, നമ്മളെ ബോഡിയിലേക്ക് വരുന്ന ലിങ്കിൻ്റെ ഒരു സ്പെയർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നോർമലി ഉള്ള ബാഷേഴ്സിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമ്മളെ വണ്ടി തുടക്കാനായിട്ട് ഫാബ്രിക്കിൻ്റെ ക്ലോത്ത്. ഇത്രയും നാൾ അൺബോക്സ് ചെയ്തതിൻ്റെ അകത്ത് ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നു. നമ്മളെ വണ്ടി തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുണി റെലാർലോ അതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അതും റെലാർലോൻ്റെ ബാഡ്ജിങ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ. മെയിൻ പാർട്സിൻ്റെ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള കാർഡും പരിപാടിയെല്ലാം വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. 3 സെറ്റ് സ്റ്റിക്കർ വണ്ടീൻ്റെ ചില്ല്, അതുപോലെ ബാക്കിലൊട്ടിക്കേണ്ട സാധനങ്ങളിൽ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ ഹെഡ് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ട്. സൈഡിൽ ഒട്ടിക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഈ സാധനം റെലാർലോൻ്റെ അത്യാവശ്യം എല്ലാ വണ്ടീൻ്റെ പാക്കേജിൽ ഇവർ കൊടുക്കുന്നതാണ്. റെലാർലോൻ്റെ ലോഗോ, അതുപോലെ ബാക്കിയുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. റെലാർലോൻ്റെ 100 പേജുള്ള ഒരു ബുക്ക്, യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. ഇത്രയും പേജ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിനും മാത്രം ഒന്നും ഇതിൻ്റെ അകത്ത് കൊടുക്കാനുള്ള എനിക്കറിയില്ല കേട്ടോ. പാർട്സിൻ്റെ ഫുൾ തിയറി ഇതിൻ്റെ അകത്ത് എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ പേജുള്ള ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ എക്സ്ട്രാ ബാറ്ററി സ്ട്രാപ്പ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എല്ലാം ക്രൗളേഴ്സിൻ്റെ അകത്ത് ഈ സ്ട്രാപ്പ് വരുമ്പോൾ ഞാൻ ആലോചിച്ച് ഇത് എന്തിനാണ്. പിന്നെയാണ് മനസ്സിലായത് ഇത്രയും സ്പീഡ് പോകുന്ന ഈ ഒരു വണ്ടി അവിടെ ഇവിടെയും ബാഷ് ചെയ്ത് ഇത്രയും സ്പീഡ് പോകുന്ന ഈ വണ്ടീനെ കൊണ്ട് നമ്മൾ സ്റ്റണ്ട് കളിക്കുമ്പോൾ ബാറ്ററി പെട്ടെന്ന് ഊരിത്തെറിച്ച് പോകും. അതിപ്പോൾ നിങ്ങൾ എങ്ങനെയെല്ലാം സ്ട്രാപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാലും ബാറ്ററി ഊരിപ്പോവും. അതിന് തലങ്ങും വിലങ്ങും എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സ്ട്രാപ്പും അതുപോലെ നമ്മളെ സിപ്പ് ടൈയും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അധിക സമയം നമ്മളെ സ്റ്റണ്ടിൻ്റെ അടുക്ക് ഊരിപ്പോകുന്ന സാധനങ്ങളാണ് ക്ലിപ്പും ബാറ്ററിയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ നമ്മളെ വണ്ടീനെ പറ്റി പറയാനുള്ളൂ. വണ്ടീൻ്റെ വില എന്ന് പറയുന്നത് 35,000 രൂപയാണ്. അതുപോലെ നമുക്ക് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നത് നമ്മൾ ഓസി ടോയ്സ് ആട്ടാ. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങണമെന്നുള്ളവർക്ക് ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഓക്കെ, ബൈ.